അവർക്ക് വീണ്ടും സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന സീസ തോമസിന് വിരമിക്കൽ ആനുകൂല്യം ഉടൻ നൽകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 2 ആഴ്ചക്കകം അവരുടെ ആനുകൂല്യങ്ങൾ നൽകാനാണ് നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, എന്താണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം? മുസ്തഫ, കേൾക്കുന്നോ? ഷാദ്, കഴിഞ്ഞ 2-3 തവണ ഹൈക്കോടതി വളരെ രൂക്ഷമായ വിമർശനമാണ് സിസ തോമസുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഇന്നിപ്പോൾ അതിന്റെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. ആ ജഡ്ജ്മെന്റിൽ 2 ആഴ്ചക്കകം, ഇന്ന് മുതൽ 2 ആഴ്ചക്കകം സിസ തോമസിന്റെ പെൻഡിംഗ് ഉള്ള മുഴുവൻ തുകയും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകണമെന്ന് കർശനമായി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്യുന്നു. ഇതിന്റെ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സംബന്ധിച്ച് ട്രിബ്യൂണലിനെ സമീപിക്കാമെന്നും അത് സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കാമെന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു നിരീക്ഷണം ഈ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് ഡിവിഷൻ ബെഞ്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2 വർഷമായി വിരമിച്ചിട്ട് നമ്മളെ തന്നെ ആ സ്ഥാനത്ത് സങ്കല്പിച്ച് നോക്കിയാൽ മതി, നോക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും നേരത്തെ എന്തുകൊണ്ടാണ് സിസ തോമസിനോട് സർക്കാരിന് ഇത്ര വിരോധം? എന്തുകൊണ്ടാണ് അവരുടെ ആനുകൂല്യം തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഗവർണർ നിയമിച്ച ഒരു പൊസിഷൻ, ഒരു ഉത്തരവാദിത്തം നിറവേറ്റുകയല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഡിവിഷൻ ബെഞ്ച് നേരത്തെ തന്നെ സർക്കാരിന് 2-3 തവണയായി ഓരോ തവണയും കേസ് പരിഗണിക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ വിമർശനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ആ കേസിൽ ഒരു അന്തിമ വിധി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്നു മുതൽ 2 ആഴ്ചക്കകം സിസ തോമസുമായി ബന്ധപ്പെട്ട അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും റിലീസ് ചെയ്യണമെന്ന് കർശനമായി തന്നെ സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കത്തിനൊടുവിൽ സിസ തോമസ് ഗവർണറുടെ തീരുമാനത്തെ ഏകപക്ഷീയമായി അംഗീകരിച്ചു. സർക്കാരിനോട്, അവരൊരു സർക്കാർ സർവീസിലിരിക്കെ സർക്കാരിനോട് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടേഷൻ നടത്താതെ ഗവർണറുടെ തീരുമാനത്തെ ഏകപക്ഷീയമായി അംഗീകരിച്ച് അവർ അവരുടെ വഴിക്ക് പോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടതായിട്ടുള്ള സർവീസ് ചട്ടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്കപരമായ നടപടികളോ കൈക്കൊണ്ടില്ല എന്നതുൾപ്പെടെയുള്ള അച്ചടക്കപരമായ സമീപനമോ ഉണ്ടായില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സിസ തോമസുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ കോടതിയിൽ അറിയിച്ചു. പക്ഷേ സർക്കാർ പറയുന്ന വാദങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് ഹൈക്കോടതി. അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നേരത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇത് റിലീസ് ചെയ്യാൻ നൽകിയ ഉത്തരവ് നടപ്പാക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇന്നു മുതൽ 2 ആഴ്ചക്കകം അവരുടെ ഈ മുഴുവൻ വിരമിക്കൽ ആനുകൂല്യങ്ങളും റിലീസ് ചെയ്യണമെന്ന് കോടതി ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു. സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും 2 ആഴ്ചക്കകം കൊടുത്തു തീർക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് നിർദ്ദേശിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശം അനുസരിച്ച് ചലിച്ചു എന്നതിന്റെ പേരിൽ സർക്കാരിന്റെ നടപടിക്രമങ്ങളിൽ സർക്കാർ വൈകൽ വരുത്തുകയാണ്. അതായത് ഗവൺമെന്റുമായി ഒരു കൺസൾട്ടേഷനും ഇല്ലാതെ ഗവർണറുടെ തീരുമാനത്തിനനുസരിച്ച് പോയി VC ആയി എന്നതാണ് സർക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ആ പ്രശ്നത്തെ കോടതി വകവെക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ആനുകൂല്യം കൊടുത്തു തീർക്കൂ, 2 വർഷമായില്ല എന്നാണ് കോടതി പറയുന്നത്. മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്.